നടക്കുന്നത്. അദ്ദേഹത്തെ കൊണ്ട് കുറെ കുട്ടികൾ ജീവിക്കുന്നുണ്ട്. അദ്ദേഹം സ്വന്തം ആവശ്യത്തിനൊരു പിരിവിന് വേണ്ടി വന്നതല്ല. അദ്ദേഹം ആയത്തുൽ കുർസി ഓതുന്ന ഒരു ശൈലി, അദ്ദേഹം പറഞ്ഞു തന്ന ഇൽമിന്റെ മഹത്വം, ഇതൊക്കെ മഹാനാകുന്ന അബൂ ഹുറൈറ തങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അബൂ ഹുറൈറ ഇന്നഹു ഖസ്വദഖക, അവൻ നിങ്ങളോട് പറഞ്ഞത് സത്യമാണ്. പക്ഷേ വഹുവ കദൂബുൻ, എപ്പോഴെങ്കിലും കളവ് പറയുന്ന ആളല്ല. വഹുവ കദൂബുൻ, അവൻ എപ്പോഴും കളവ് പറയുന്ന ആളാണ്. അതേ സമയത്ത് നിങ്ങളോട് പറഞ്ഞത് സത്യമാണ്. നിങ്ങളോട് പറഞ്ഞത് സത്യമാണ്. ഇത് സത്യം. ആളുകളെ വശീകരിക്കാൻ വേണ്ടി യതീമക്കളെ സംരക്ഷിക്കൽ വലിയ മഹത്വമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആസാറുകളെ സംരക്ഷിക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് ഈ പറയുന്നതൊക്കെ സത്യമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അവന്റെ ലക്ഷ്യം എന്താ? രക്ഷപ്പെടലാണ്, പണം പിരിക്കലാണ്, സമ്പത്ത് ശേഖരിക്കലാണ്. അവന് മാരകമായ ലക്ഷ്യങ്ങൾ പലതുമുണ്ട്. പക്ഷേ പുറത്തേക്ക് പറയുന്നതോ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടിക്ക് ബഹുമാനമില്ല എന്നുള്ള ആരാ പറഞ്ഞത്? കാസർഗോഡിന്റെ മണ്ണിൽ വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ, മുജാഹിദുകളെ, ജമാഅത്തുകാരെ, തബ്ലീഗുകാരെ, എല്ലാ ബിദഈ കക്ഷികളെയും വെല്ലുവിളിക്കുന്നു. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മുടിക്ക്, അവിടുത്തെ വിയർപ്പിന്, അവിടുത്തെ ഓരോ ആസാറിന്, അവർ ജനിച്ച സമയത്തിന്, അവരുമായി ബന്ധപ്പെട്ട മുഴുവൻ മഹത്വമുണ്ട്. ഇല്ല എന്ന് പറയുന്ന വഹാബികളെ സമസ്തയുടെ പ്രവർത്തകന്മാർ വെല്ലുവിളിക്കുകയാ. നമുക്കെന്താ ധൈര്യമായിട്ട് പറഞ്ഞൂടെ? ഇല്ല എന്നാരാ പറഞ്ഞത്? ഇത് ഉണ്ട് എന്ന് പറയാൻ ഒരു 6 CD ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ എല്ലാവർക്കും നേരത്തെ അറിയുന്നതാ, സമസ്ത പഠിപ്പിച്ചതാ. 951 ബാഫഖി തങ്ങൾ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എന്ന പേരിൽ ഒരു മദ്രസ സംവിധാനം ഉണ്ടാക്കി തന്നെ നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ മഹാനാകുന്ന തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യം എന്തായോ? 2 മണിക്കൂർ രാവിലെ മദ്രസയിൽ വന്ന് ചെറിയ 5, 6, 7 വയസ്സുള്ള ഈ ചെറിയ പിഞ്ചു മക്കള് അവർ അലിഫും ബാവും താവും ഒക്കെ എഴുതി ഖുർആനൊക്കെ ഓതാനൊക്കെ പഠിച്ച് ഇങ്ങനെ 2 മണിക്കൂർ അവിടെ സമയം ചെലവഴിക്കുമ്പോഴേക്ക് സ്വാഭാവികമായി അവർക്കൊരു ചായ കുടിക്കേണ്ട സമയമാണ്. അപ്പോൾ 9:30 മണിക്ക് ബെല്ലടിച്ചാൽ കുട്ടികൾ സ്ലേറ്റ് എടുത്ത് പുസ്തകം എടുത്ത് ഒരൊറ്റ ഓട്ടായിരിക്കും. അപ്പോൾ ബാഫക്കി തങ്ങൾ പറയുന്നു, അങ്ങനെ കുട്ടികളെ ഓടാൻ വിടല്ല, അവർ ബെല്ലടിച്ചാൽ എഴുന്നേറ്റ് നിൽക്കാൻ പറയണം. പിന്നെ ഒരു ബെല്ല് കൂടി അടിച്ചാൽ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, എന്നിട്ടേ പോകാൻ പറ്റുമെന്ന്. അതോടുകൂടി ഈ കുട്ടികൾക്ക് ഒരു 6 CD വേണ്ട. നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ടത് അന്നേ ഇവർ പഠിച്ചപ്പോൾ ഇത് ഏതോ വലിയ മഹാനാണ് അവർ അന്നേ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പരിശുദ്ധ ഹബീബിനെ പരിചയപ്പെടുത്താനല്ലേ നമ്മൾ നടക്കുന്നത്. അതിനല്ലേ സമസ്ത രൂപീകരിച്ചത്. വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു, മുസ്തഫ നബി തങ്ങൾ കൊണ്ടുവന്നതിനെ മുറുകെ പിടിക്കാനല്ലേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിനല്ലേ സുന്നി യുവജന സംഘം, അതിനല്ലേ SKSSF, അതിനല്ലേ ഈ സംവിധാനങ്ങൾ. ഇതിനെ ആരാ എതിർക്കുന്നത് എന്നുള്ള സമസ്തയുടെ പ്രവർത്തകന്മാർ അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിക്ക് എതിരാന്ന് പ്രചരിപ്പിക്കാൻ നിങ്ങൾ എന്തിനാ ശ്രമിക്കുന്നത്? എന്നാൽ നിങ്ങളെ കയ്യിലുള്ളത് മുസ്തഫായ നബി തങ്ങളെ മുടി ആണ് എന്നുണ്ടെങ്കിൽ അംഗീകരിക്കാൻ ആർക്കാണ് ഇവിടെ പ്രയാസം? മഹാനാകുന്ന ശൈഖുന സൈനുൽ ഉലമായി ചെറുശ്ശേരി ഉസ്താദ് അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ, ഹിമ്മത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 4ാമത്തെ ജനറൽ സെക്രട്ടറിയാണ് അവർ. 85 കൊല്ലത്തിനിടയിൽ സമസ്തക്ക് ആകെ വന്നിട്ടുള്ളത് 4 ജനറൽ സെക്രട്ടറിമാർ. അതിൽ ശംസുൽ ഉലമാ റളിയല്ലാഹു അൻഹുവിന് ശേഷം ആ കസേരയിൽ ഇരിക്കുന്ന കർമ്മശാസ്ത്ര പണ്ഡിതനാകുന്ന ചെറുശ്ശേരി ഉസ്താദ് അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ശൈഖുന പ്രഖ്യാപിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ആരുടെ കയ്യിലുണ്ടെങ്കിലും അത് ആദരിക്കാൻ മുഅ്മിനീങ്ങൾ കടപ്പെട്ടവരാണ്. പക്ഷേ ഇപ്പോൾ മുടി ഉണ്ട് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ കൂപ്പൺ അടിച്ച ആളുകളുണ്ടല്ലോ, മുടി ഉണ്ട് എന്ന് പ്രചരിപ്പിച്ച് കൂപ്പണുമായി പണപ്പിരിവ് നടത്തുന്ന ആളുകളുണ്ടല്ലോ, അവരെ കയ്യിലുള്ള മുടി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണോ അല്ല എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മഹാനാകുന്ന ചെറുശ്ശേരി ഉസ്താദിന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ മഹാനാകുന്ന ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു തന്റെ ഖസായിസുൽ കുബ്രയിൽ വിശദീകരിച്ച ഒരു കാര്യം മഹാനാകുന്ന ചെറുശ്ശേരി ഉസ്താദ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് പ്രഖ്യാപിച്ചു. എന്താ പ്രഖ്യാപിച്ചത്? അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദ്റത്തിലേക്ക് അതാ ഒരു സംഘം ആളുകൾ കടന്നു വരുന്നു. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം.
നമ്മുടെ ഈ വിഷയം അവസാനിച്ചു. ഇനി ഇവിടെ മുടി എന്ന് പറയുന്നൊരു വിഷയം വരുന്നില്ല. അതുമായുള്ള ചർച്ച ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. മഹാനാകുന്ന അനസ് റളിയല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് അതാ കടന്നു വരുന്നു കുറച്ചാളുകൾ കടന്നു വന്നപ്പോൾ ഫഖാല അനസ് റളിയല്ലാഹു തആല അൻഹു അവിടെ വെച്ച് പറഞ്ഞു, യാ ജാരിയ ഹലുമിൽ മാഇദത നതഗദ്ദ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്രാതൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഫഅതത് ബിഹാ, ഭക്ഷണം കൊണ്ടുവന്നു വെച്ചു. സുമ്മഖാല, പിന്നെ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹലുമിൽ മിന്ദീല, ആ ഉറുമാല് ടവൽ ഒന്ന് കൊണ്ടുവാ, ഒരു തുണിക്കഷ്ണം, ഒരു ടവലുണ്ട്, അതിങ്ങോട്ട് കൊണ്ടുവാ. ഫാതത് ബിമിന്ദീൽ, ആ സമയത്ത് പരിശുദ്ധമായ ഒരു ടവൽ, ഒരു പരിശുദ്ധമായ ഉറുമാൽ, ഒരു തൂവാല കൊണ്ടുവരികയാണ്. വസഹൻ, ചേറുള്ള ഒരു മിന്ദീൽ, ഒരു ചേറുള്ള ചളിയായിട്ടുള്ള ഒരു മിന്തിയിലാണ് കൊണ്ടുവരുന്നത്. ഫഖാല, മഹാനാകുന്ന അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്തജിരി തന്നൂറ, നല്ല അടുപ്പ് നന്നായി ചൂടാക്കാൻ, അടുപ്പ് ശരിക്കട് ചൂടാക്കാൻ പറഞ്ഞു. എന്നിട്ടോ ഫഔഖദതുഹു, അടുപ്പ് ശരിക്കട് ചൂടാക്കിയിട്ട് ഇങ്ങനെ വെട്ടിത്തിളക്കുന്ന രൂപത്തിൽ തീ ജ്വാലകളായി ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനാകുന്ന അനസ് റളിയല്ലാഹു അൻഹു ഫഅമറ ബിൽ മിന്ദീൽ, ആ ഉറുമാല്, ആ തൂവാല കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഇടാൻ പറയുമ്പോൾ ഫതുരിഹ ഫീഹി, ആ ടവൽ ആ തീയിലേക്ക് ഇടുകയാണ്. ആ സമയത്ത് ഫഖറജ അബ്യള കല്ലബനി, എല്ലാ ചേറും അതിൽ നിന്ന് നീങ്ങിയിട്ട് ആ തൂവാല, ടവല് വെളുത്ത പ്രകാശമുള്ള ഒരു നല്ല മനോഹരമായ ഒരു പരിശുദ്ധ തൂവാലയായി ടവലായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ കൊല്ല, ഈ വന്ന സംഘക്കാർ പറയാ, ഞങ്ങൾ ചോദിച്ചു, മാഹാദ, അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുക, ഇതെന്താ കഥ? തീയിലേക്കൊരു ടവലിട്ടിട്ട് കത്തിപ്പോകുന്നില്ല, അതിലുള്ള ചേറൊക്കെ പോയും ചെയ്തു, പിന്നെയോ തൂവാല നല്ല വൃത്തിയുള്ളതായി, ഊതിക്കാച്ചിയ പൊന്ന് എന്നൊക്കെ പറയാറില്ലേ, എന്നതുപോലെ തീയിട്ടപ്പോഴേക്ക് പ്രകാശിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഖാല അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാദാ മിന്ദീലുൻ, ഇത് ടവ്വല് തന്നെയാണ്, തൂവാല തന്നെയാണ്. എങ്ങനത്തെ തൂവാല? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യംസഹു ബിഹി വജ്ഹഹു, ഈ ടവ്വൽ കൊണ്ട് നബി തങ്ങളുടെ മുഖം ഇങ്ങനെ തുടച്ചിട്ടുണ്ട്. നബി തങ്ങളുടെ പരിശുദ്ധമായ മുഖം തുടച്ചിട്ടുള്ള പരിശുദ്ധമായ ടവ്വലാണ്. ആ ടവ്വലായതുകൊണ്ട് ഫൈദത്തസഖ, ഇതിൽ ചേറ് പുരണ്ടു പോയാൽ, ഇതിൽ ചളി വന്നു പോയാൽ, ഈ ടവ്വല് കൊണ്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ഇത് തീയിലേക്കങ്ങളും. കാരണം എന്താ? നിശ്ചയം തീ എന്ന് പറഞ്ഞാൽ ആ തീയില്ലാത്ത ഒരു വസ്തുവിനെയും കരിച്ചു കളയൂല. എങ്ങനത്തെ വസ്തു? അംബിയാഇന്റെ മുഖം സ്പർശിച്ചു പോയ, അംബിയാഇന്റെ ശരീരത്തിൽ തട്ടിയ ഒന്ന് ഒരിക്കലും തീ തിന്നുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ തീയിലാണ് പതിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാന്തപുരത്തെ സമസ്ത വെല്ലുവിളിക്കുകയാ. മഹാനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ രോമമാണ്, മുടിയാണ് നിങ്ങൾ കയ്യിലുള്ളതെങ്കിൽ തീ ഞങ്ങൾ ഒരുക്കി തരാ. അതിലൊന്ന് വെക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ വാ, കാസർഗോഡിന്റെ മണ്ണിലേക്ക് വാ, മാലിക് ദീനാർ തങ്ങളെ മണ്ണിലേക്ക് വാ. മുസ്തഫായ നബി തങ്ങളെ കൈ പിടിച്ച മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മണ്ണിൽ നിന്ന് കൊണ്ട് തന്നെയാ വിളിക്കുന്നത്. ഒന്ന് ഇങ്ങോട്ടേക്ക് കടന്നു വാ, എന്നിട്ട് തീയിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടി എന്ന് നിങ്ങൾ പറയുന്ന ആ മുടി വെക്കുക. എന്നിട്ട് അത് തീ ഒരിക്കലും തന്നെ അത് തിന്നുന്നില്ല, തീ അതിനെ ഒരുക്കി കളയുന്നില്ല, ആ മുടിക്കൊരു നാശം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നബി തങ്ങളെ മുടിയാണ് എന്ന് സമ്മതിക്കാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. അതേ സമയത്ത് അത് ഒരുകിപ്പോയാൽ അതോടുകൂടി പിന്നെ ദുനിയാവിൽ അത്തരമൊരു പ്രശ്നമില്ലല്ലോ. അതിനാണ് നിങ്ങൾ തയ്യാറാവേണ്ടത് എന്ന് മഹാനാകുന്ന ചെറുശ്ശേരി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, ആബിദായ ആ മനുഷ്യ
മനുഷ്യൻ, ആലിമായ മനുഷ്യൻ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. ഒരു സംഘടന നിലനിർത്താൻ വേണ്ടി പറയേണ്ടതല്ല ഇത്. AP വിഭാഗത്തിൽപ്പെട്ടവരെ, നിങ്ങളുടെയും ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെയും എല്ലാവരുടെയും ഈമാൻ രക്ഷപ്പെടാൻ വേണ്ടി ഒരിക്കലും അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുടി, ആ മുടിയാണെങ്കിൽ മുടി അല്ല എന്ന് പറയാൻ പറ്റില്ല, മുടി അല്ലെങ്കിൽ പിന്നെ ആണ് എന്ന് പറയാനും പറ്റില്ല. ഇവിടെയാണ് അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖ, പടച്ചവനെ ഞങ്ങൾക്ക് ഹഖ്ഖിനെ ഹഖ്ഖായി ബോധ്യപ്പെടുത്തി തരണമെന്ന് മഹാരഥന്മാരാകുന്ന സ്വാലിഹീങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത്. അതേ സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു മുടി കിട്ടിയാലും, നിങ്ങൾക്ക്